നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. ചോറിനും ചപ്പാത്തിക്കും ഗോതമ്പൂട്ടിനും എല്ലാം പറ്റിയ ഒരു സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് തോരപ്പരിപ്പ് നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു കുക്കറിലെടുത്ത് അതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു സവാള, ഒരു പഴുത്ത തക്കാളി, 2 പച്ചമുളക്, 2.5 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് 2 വിസിലടിക്കുന്നത് വരെ വേവിക്കുന്ന സമയത്ത് ഒരു മസാല തയ്യാറാക്കാം. അതിനായി 10 ചെറിയുള്ളി, 5 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എന്നിവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അധികം അരിഞ്ഞു പോകാതെ ചതച്ചെടുത്ത് മാറ്റിവെച്ച് ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് ചൂടാക്കി 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിൽ 4 വറ്റൽമുളക് ചേർത്ത് മൂത്ത് വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്തിളക്കി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് യോജിപ്പിച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി പരിപ്പ് കറി തയ്യാറായി. റെസിപ്പി ഇഷ്ടമായാൽ ഹൃദയം തരണേ, കൂട്ടുകൂടണേ.